ചേച്ചി നമ്മൾ ചേച്ചി ഇപ്പം ഒരുപാട് കുട്ടികളെ ഡാൻസ് പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പം വിവാദമായിട്ടിരിക്കുന്ന സത്യഭാമയുടെ പ്രശ്നങ്ങളുണ്ടല്ലോ. അവർ വളരെ മോശമായ രീതി പച്ച മലയാളത്തിൽ എനിക്ക് അസഭ്യ വാക്കുകൾ ഉച്ചരിക്കാൻ വയ്യ. അവരെ അങ്ങനെയൊന്നും പറഞ്ഞാൽ പോരാ. ചിലരൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ അവർക്ക് ബിഗ് സല്യൂട്ടോടെ കൊടുക്കുക. മെയ്യഴക് ഏതോ ഒരു പാട്ട് എപ്പോഴും ഇടുമല്ലോ, പിന്നെ അതിനേക്കളെ ഇങ്ങനെ എടുത്ത് വരുമ്പോൾ ഈ മെയ്യഴകെന്നാണ് ഈ ഇത്ര ചലന ഭംഗിക്ക് പറയുന്നത്. എന്നെ ഈ കൈയൊക്കെ വെച്ചിട്ട് നമ്മൾ എൻ്റെ ഈ മോഹിനിയാട്ടത്തിൽ എൻ്റെ ഇങ്ങനെ ഒരു സംഭവമുണ്ട്. അതൊക്കെ അങ്ങോട്ട് രാമകൃഷ്ണൻ ചെയ്യുന്ന കാണുമ്പോഴുണ്ടല്ലോ, നമ്മൾ രാമകൃഷ്ണൻ എന്നൊക്കെ ഞാൻ വെറുതെ അങ്ങനെ പറയുന്നത് തന്നെ തെറ്റാ. പാദം വന്നിക്ക് അത്രയും വലിയ നീളവില്ല, നല്ല കട്ട ശരീരം, സ്ലിം ബ്യൂട്ടി ചെയ്താലേ കൊള്ളാമെന്നൊക്കെ ഓരോരുത്തർ പറയും. വെറുതെയാ മക്കളെ, എന്ത് അഴകാ മോനെ. അങ്ങോട്ട് പെൺപിള്ളേരുടെ ഇടയ്ക്കൊക്കെ അങ്ങോട്ട് നിന്ന് അഭ്യസിക്കുന്ന കുട്ടികളുടെ ഇടയ്ക്ക് നിന്ന് അങ്ങോട്ട് ചെയ്യുമ്പോൾ ആ ചെയ്യുന്ന ആ ലയനം എത്ര മനോഹരമായിരിക്കും. ഈ സ്ത്രീ എന്ത് കണ്ടിട്ടാ. രാമകൃഷ്ണനും അവരും കൂടെ നിന്നൊന്ന് കളിക്കട്ടെ. രാമകൃഷ്ണന് മാത്രമല്ല, അവരുടെ സ്റ്റുഡൻസിനെ കുറിച്ചുകൂടെ അവർ പറയുന്നുണ്ട്. ഇങ്ങനെ പറയാൻ സാധിക്കുന്നത്, അതായത് അത് രണ്ടാം, അതായത് മോശം ആൾക്കാരെന്നാണ് അവർ പറയുന്നത്. ഒരു സ്കൂളിൽ മോശം കുട്ടികളും നല്ല കുട്ടികളും ഉണ്ട്. ഇവർ കഴിക്കുന്ന ആഹാരത്തിലെ രുചി ഉണ്ടാവാൻ വേണ്ടി കടുകെന്ന് പറയുന്ന സാധനം കറുത്തിരിക്കുമല്ലോ. ആഹാരത്തിൽ കടുക് വറുത്തിട്ടില്ലെങ്കിൽ രുചി ഉണ്ടോ? ആ രുചി ഉണ്ടാകുന്ന സാധനം കറുത്തിരിക്കുമല്ലോ. ഇവളെടുത്ത് കളയട്ടെ. ആദ്യം ഒരു കാര്യം ചെയ്യട്ടെ, കുറച്ച് ദിവസം മെനക്കെട്ട് കറുത്ത നിറമുള്ള മൊത്തം കാര്യങ്ങളും. പിന്നെ യമൻ അവരെ കൊല്ലാൻ വന്ന് നിൽക്കുന്നു. കറുത്ത പോത്തിൻ്റെയൊക്കെ ദേഹത്തിങ്ങനെ നമ്മൾ യമന് കാലനെന്നൊക്കെ പറയത്തില്ലേ, വന്ന് കത്തിയും കൊണ്ടൊക്കെ നിൽക്കുന്നതാണ് സങ്കല്പം മനുഷ്യർ. അവര് പോകത്തില്ല. വെളുത്ത പോത്ത് വരണം, അവര് വെളുത്ത പോത്ത് വരണം, വെളുത്ത എമ്മ വരട്ടെ, നീ പോടാ പോലെന്ന് പറയും. ഞാൻ വരത്തില്ല. സത്യഭാമ ഈ ഭൂമിയിൽ നിൽക്കും. അല്ല മക്കളെ, തെറ്റാ അവർ പറഞ്ഞ അങ്ങേ അറ്റത്തെ തെറ്റാ. അവരിങ്ങോട്ട് വരട്ടെ, എന്നോട് ചോദിച്ചു.